അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പ്രാർത്ഥനകൾ എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കുന്ന ചില പ്രത്യേക വഴികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ചില മുജ്തബായ അമലുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയിലൂടെയോ അല്ലെങ്കിൽ നിറവേറാത്ത ഒരു ആഗ്രഹത്തിൻ്റെ വേദനയിലൂടെയാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വിഷമിക്കേണ്ട. അള്ളാഹുവിനോട് എങ്ങനെ ചോദിക്കണം, നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് സ്വീകരിക്കപ്പെടാൻ എന്ത് ചെയ്യണം എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ അരികിലേക്ക് എത്രയും വേഗം എത്താനും ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാക്കാനും സഹായിക്കുന്ന അമലുകളെക്കുറിച്ചിട്ട് ആണ് ഇന്ന് ഞാൻ പറയുന്നത്. ഏതെല്ലാമാണ് അത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അവയും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധിയിലൂടെയോ നടക്കാത്ത ആഗ്രഹത്തിൻ്റെ വേദനയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കെല്ലാം ഒരു തടസ്സം വന്നതുപോലെ നമുക്ക് തോന്നും, അല്ലേ? അതൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കേണ്ട മര്യാദ, പ്രാർത്ഥനയുടെ ഒരു മര്യാദയുണ്ട്. അത് എന്താണ് എന്ന് നോക്കാം. പ്രാർത്ഥന വെറും ഒരു വായനയായിട്ട് അത് കാണരുത്. അത് അള്ളാഹുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. അതൊരു ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്നിട്ട് അള്ളാഹുവിനോട് മാത്രമായിട്ട് പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒരു ഫ്രണ്ടിനെ മാത്രം കാണുമ്പോൾ അവരോട് മാത്രമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യും, അല്ലേ? അടുത്ത ഒരാളായിട്ട്. അതുപോലെ നിങ്ങളുടെ അടുത്ത, നമുക്ക് അവരെക്കാളൊക്കെ അടുത്ത ഒരാളാണ് നമ്മുടെ പടച്ച ഇലാഹ്, അല്ലേ? ആ ഒരു ഇലാഹിനോട് നമ്മൾ അതുപോലെ സംഭാഷണം ചെയ്യണം. പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹലാലായ സമ്പാദ്യം, നമ്മുടെ ഭക്ഷണവും ജീവിത രീതിയും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടുള്ളതായാൽ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കപ്പെടും. ഉറച്ച വിശ്വാസം, അള്ളാഹു ഇത് തീർച്ചയായും തരുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ വേണം എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. പൂർണ്ണ വിശ്വാസത്തോടെ ഇത് ചൊല്ലുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ 2 നാമങ്ങൾ ഇതിൻ്റെ കൂടെ ചൊല്ലണം. ഏതൊരു നല്ല കാര്യം ആരംഭിക്കുന്നതിന് മുമ്പും വിജയം ലഭിക്കാനും ബർക്കത്ത് ലഭിക്കാനും പരീക്ഷിച്ച് ഫലം കണ്ട വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആത്മീയ ഒറ്റമൂലിയാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിൻ്റെ മഹത്തായ 2 നാമങ്ങൾ ചൊല്ലി വേണം ഓരോ കാര്യങ്ങളും തുടങ്ങാൻ വേണ്ടിയിട്ട്. ഏതാണ് ആ 2 നാമങ്ങൾ? യാ അവ്വലു യാ അല്ലാ, യാ ആഖിറു യാ അല്ലാ എന്നാണ് ആ നാമങ്ങൾ. ഇത് ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ കാര്യം തുടങ്ങുന്നതിന് മുമ്പ് 11 പ്രാവശ്യം യാ അവ്വലു യാ അല്ലാ, യാ ആഖിറു യാ അല്ലാ എന്ന് ചൊല്ലുക. തുടർന്ന് അതിനുശേഷം 41 പ്രാവശ്യം വീണ്ടും യാ അവ്വലു യാ അല്ലാ, യാ ആഖിറു യാ അല്ലാ എന്ന് ചൊല്ലി ആ കാര്യം അള്ളാഹുവിൽ സമർപ്പിക്കുക. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം, ആ കാര്യം അള്ളാഹുവിനോട് പറയുക. ശേഷം അത് കഴിഞ്ഞതിന് ശേഷം 11 പ്രാവശ്യം വീണ്ടും യാ അവ്വലു യാ അല്ലാ, യാ ആഖിറു യാ അല്ലാ എന്ന് വീണ്ടും ചൊല്ലുക. മൊത്തത്തിൽ പറഞ്ഞാൽ 11 പ്രാവശ്യം തുടക്കത്തിലും ഒടുവിൽ ഈ ഇസ്മുകൾ ചൊല്ലുക. ഇടയിൽ ഈ ഇസ്മുകളുടെ 41 പ്രാവശ്യം ഓതി റബ്ബിൽ കാര്യങ്ങൾ സമർപ്പിക്കുക. വിജയം ഉറപ്പ്, പരീക്ഷിച്ച് ഫലം കണ്ടതാണ് ഇത്. 11 പ്രാവശ്യം തുടക്കത്തിലും ഒടുവിലും ഈ ഇസ്മുകൾ ചൊല്ലുക. അതിൻ്റെ ഇടയിൽ 41 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലി നിങ്ങളുടെ ആഗ്രഹം പറയുക. കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കാവുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇത് ശീലമാക്കിയാൽ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ പറ്റും. അതിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ പരീക്ഷിച്ചറിഞ്ഞതാണ് തഹജ്ജുദ് നിസ്കാരം. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. നിശയിലെ പ്രാർത്ഥന അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ആരും കാണാതെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു കേൾക്കാതിരിക്കില്ല. തീർച്ചയായിട്ടും അതിന് അള്ളാഹു ഫലം നൽകുന്നതാണ്. അതിൻ്റെ കൂടെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ വലിയ വഴിത്തിരിവാണ്. കൂടാതെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. പാപങ്ങൾ പൊറുക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങുന്നു. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥനയിൽ അക്ഷരമാക്കരുത്. അള്ളാഹുവിനെ നമ്മളെക്കാൾ നന്നായി അറിയാം. എപ്പോൾ അത് നൽകണമെന്ന് ഈ അമലുകൾ പതിവാക്കൂ. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. അവസാനമായി ഒരു കാര്യം കൂടി, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ വലിയ ആഗ്രഹം അത് അള്ളാഹുവിൻ്റെ കൈകളിലാണ്. വെറും പ്രാർത്ഥനകൾക്ക് മാത്രമല്ല, പ്രവർത്തികളും അമലുകളും കൂടി കൂട്ടിയിണക്കി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും വലിയൊരു വിജയം അള്ളാഹു നിങ്ങൾക്ക് നൽകും. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കുമല്ലോ. അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.